നമ്മുടെ ഈ വീഡിയോ ഉള്ളത് ഇലക്ട്രിക് സ്കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓലയുടെ തന്നെ S1X എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. കണ്ടറിയാം, X1X മോഡലാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് കുറച്ച് ഡേയ്സ് എൻ്റെ കയ്യിലുണ്ടായി. കുറച്ച് റൈഡൊക്കെ പോയിട്ടുണ്ട്. വലിയ റൈഡൊന്നുമില്ല, കുറച്ച് കിലോമീറ്റേഴ്സ്. അപ്പോൾ എനിക്ക് ഈ സ്കൂട്ടി, എൻ്റെ സാധാ ഒരു സ്കൂട്ടിന്ന്, നമ്മുടെ സാധാ ഒരു പെട്രോൾ സ്കൂട്ടിന്ന് വന്നപ്പോൾ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ആയി തോന്നിയാണ് ഇതിൻ്റെ ടോർക്കാണല്ലോ. ഭയങ്കര ടോർക്കിയാണ് സ്കൂട്ടി. അത്യാവശ്യം നല്ലൊരു ബൈക്കിനെ വരെ നമുക്ക് അത്യാവശ്യം പൊളിച്ചടുക്കി കൊണ്ടുപോകാം. അതാണ് ഈ സ്കൂട്ടിയുടെ സെറ്റപ്പ് എന്ന് പറയണേ. ഇലക്ട്രിക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഫോൺ കുത്തിയൊക്കെ ഇടൂലേ, ആ ഒരു സെറ്റപ്പാണ്. കൊണ്ട് ചാർജ് ചെയ്യുക, വണ്ടി പൊളിക്കുക. അപ്പോൾ ഈ വണ്ടി എൻ്റെ ഫ്രണ്ടിനാണ്. അവനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് ആളോട് തന്നെ ചോദിക്കാം എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ കേസ് ഇതാണ് എൻ്റെ ഫ്രണ്ട്, അൻവറാണ് പേര്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഓല ചൂസ് ചെയ്തു? എനിക്കൊരു 40 കിലോമീറ്റർ റൈഡ് ഉണ്ട് ഡെയിലി. അപ്പോൾ എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതുണ്ടെന്ന് നോക്കിയതിൽ കണ്ടതാണ് ഓല S1X അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെ വന്നു ഈ വണ്ടിയുടെ? ഇതിന്റെ പ്രൈസ് 1 lakh വന്നു ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ. 1 lakh അടുത്ത് വന്നു. അപ്പൊ ഇതിന്റെ ഇവിടെ എന്തെങ്കിലും ഒരു ഓഫർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നോ, അതോ എന്താ കിട്ടി? 2 ഹെൽമെറ്റ് കിട്ടി, ഓലയുടെ തന്നെ. ഓലയുടെ തന്നെ. ഓക്കെ ഓക്കെ. അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ 2 വട്ടം റോട്ടിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. അതെന്ത് പറ്റി? ഈ ഓലയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. ഇതാണ് ഇതിന്റെ ബ്രേക്ക് സ്വിച്ച് വരുന്നത്. ഇത് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. പിന്നീട് ഞാൻ തന്നെ അതിന്റെ സൊല്യൂഷൻ പഠിച്ചു. ജസ്റ്റ് ഇതൊന്ന് ഊരിയിടുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. യെസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഇത് ഇപ്പോ കംപ്ലൈന്റ് ആയ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ലായിരിക്കും. വണ്ടി സ്റ്റാർട്ട് ആവില്ല, ബ്രേക്ക് സെൻസർ ജാമായി, അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സർവീസ് സെന്ററിൽ നിങ്ങൾ കാണിച്ചിട്ടില്ല? ഇല്ല, ഒരു വട്ടം കയറ്റിയിരുന്നു. അപ്പോൾ അവർ ഈ ബ്രേക്ക് സ്വിച്ച് മാറ്റി. പിന്നീട് രണ്ടാമതും എനിക്ക് ഇതുപോലെ പണി കിട്ടി. അന്നേരം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് കിട്ടിയത്. നമ്മളൊരു ബൈക്കിന്റെ ആൾക്കാർ, വണ്ടിയുടെ ആള് തന്നെ നമുക്ക് എന്താ പറയണേ, അവര് ഷോറൂമിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ യൂട്യൂബിൽ കണ്ടുപിടിച്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു. അതെ അതെ അതെ. ഓ, പക്ഷെ അവര് സപ്പോർട്ടീവ് ആണ്. പക്ഷെ ഇവർക്ക് ഒരു ഡിലേ ഉണ്ട്. ഇവർക്ക് നല്ലൊരു ഡിലേ. എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത് വെച്ചാൽ, ഈ സ്കൂട്ടി എടുക്കുമ്പോ, സാധാ ഒരു വ്യക്തി എടുക്കുമ്പോ ഈ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ, സപ്പോർട്ടീവ് ഉണ്ടോ? മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ എന്റെ വണ്ടി എറണാകുളമാണ്. അപ്പോൾ എറണാകുളത്ത് സർവീസ് സെന്ററുകൾ കുറവാണ്. ഓക്കെ, 1 2 മറ്റോ ഉള്ളൂ. 2 3 ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഡിലേ വരുന്ന ചാൻസ് കാണും. ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഒരു സ്കൂട്ടി, സാധാ ഒരു പെട്രോൾ സ്കൂട്ടി അല്ലെങ്കിൽ ഒരു ബൈക്കിന്നോ വന്നപ്പോ ഇത് ഈ ഇലക്ട്രിക് വണ്ടിയിലേക്ക് കയറിയപ്പോ എങ്ങനെ? ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്കൂട്ടർ തന്നെയാണ് ഇഷ്ടം. കാരണം എനിക്ക് കുറച്ച് ഡെക്ക് സ്പേസ് ഒക്കെ വന്നിട്ട് അത്യാവശ്യം ഇത് സ്പേസ് വരുന്നുണ്ടല്ലേ. ഒരു ഗ്യാസ് ഒക്കെ കൊണ്ടുപോകാനുള്ള സ്പേസ് ഇതിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അപ്പൊ കുറച്ച് അത് മതിയായിരുന്നു. അപ്പോൾ വേറെ ബൈക്കുകളിലേക്കൊന്നും നോക്കിയില്ല. ഓക്കെ ഓക്കെ. അപ്പോ ഇതെങ്ങനെയാ, ഇതിന്റെ പവറും കാര്യങ്ങളും ടോർക്കിയാന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ടോർക്കിയാണ് വണ്ടി. സാധാ ഒരു സ്കൂട്ടിന്ന് അപേക്ഷിച്ച് കയറി വരുമ്പോ നല്ലൊരു ടോർക്കി ഫീലിംഗ് തരുന്നുണ്ടെന്ന് എനിക്ക്. ഒരു ബൈക്കിനെയൊക്കെ അത്യാവശ്യം. അതെ അതെ. ബൈക്ക് ഓടിക്കുന്ന ഒരു ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബൈക്കിന്റെ ഗുണം എഫക്ട് നമുക്ക് ഇതിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ മൊത്തത്തിൽ പറഞ്ഞ വണ്ടി എങ്ങനെ, ഒരു സർവീസ് മാറ്റി നിർത്തിയ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നല്ല വണ്ടിയാണ്, നല്ലൊരു വണ്ടിയാണ്. ഡെയിലി റണ്ണേഴ്സിന് പറ്റിയ വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്. ആള് ഇതുപോലെ തന്നെ ഈ വണ്ടി സെയിം, ഇവര് രണ്ടുപേരും ഒരു 2 ഡേറ്റ് വ്യത്യാസത്തിൽ, 2 or 1 ഡേറ്റിൽ വ്യത്യാസത്തിൽ വണ്ടി എടുക്കണേ. അപ്പോൾ ആള് വണ്ടി കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ ആളുടെ എക്സ്പീരിയൻസ് ഇതിലൂടെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ആളെയും കൂടെ വിളിക്കാം. വരണേ. അപ്പോൾ ഇതാണ് എൻ്റെ മറ്റൊരു ഫ്രണ്ട്. അപ്പോൾ ആൾക്കും സെയിം വണ്ടി ഉണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ, ഓല വണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഇത് മോഡൽ വരിക ഓലയുടെ S1X 3 kW എന്ന് പറയുന്ന മോഡലാണ് വരിക. എൻ്റെയും സെയിം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും സെയിം ഡേറ്റ് അല്ല, ഏകദേശം ഒരു 2 ദിവസം വ്യത്യാസത്തിൽ ഞങ്ങൾ എടുത്താണ്. അപ്പോൾ ഏകദേശം എൻ്റെ വണ്ടി വൈറ്റ് കളറാണ്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. വേറെ ഏതൊക്കെ കളർ വരും? എനിക്ക് തോന്നുന്നു ഒരു 5 വേരിയന്റ് ഉണ്ട്. നമുക്ക് വില വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിയർലി ഒരു 1,03,000 അടുത്തായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത്. ഇപ്പൊ എന്തോ പ്രൈസ് മാറിയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. എമൗണ്ട് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ മോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമുക്ക് ഈ വണ്ടിയിൽ വരിക മൊത്തം ഒരു 3 മോഡാണ് വരിക.
ഇത് നമ്മുടെ S1X മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കീ ഉള്ള മോഡലാണ്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് നമുക്ക് മറ്റേ ഫിസിക്കൽ കീ ഉള്ളതും ഫിസിക്കൽ കീ ഇല്ലാത്ത മോഡൽ വരുന്നുണ്ട്. ഫിസിക്കൽ കീ ഇല്ലാത്ത മോഡലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും വരിക. അത് കംപ്ലീറ്റ് ഒരു ഡിജിറ്റലി ആയിരിക്കും അല്ലേ, മൊത്തം ഡിജിറ്റലായിട്ടും എന്താ ഓവറോൾ പാക്കേജ് ആണ് ഐറ്റം. അപ്പൊ അത് എന്താ ഫീച്ചർ ഓവർലോഡഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബേസിക്കലി ഓല കൂടുതൽ കംപ്ലൈന്റുകൾ വന്നിട്ടുള്ളത്. ഈ നമ്മള് കൂടുതൽ ഫീച്ചേഴ്സും കൂടെ വരുമ്പോൾ അതിനുള്ള ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ആണോ വരുന്നത്? ഇലക്ട്രിക്കൽ കംപ്ലൈന്റുകൾ അല്ലാണ്ട് സർവീസ് കംപ്ലൈന്റുകളാണ് കൂടുതലും വരിക. അതായത് മെക്കാനിക്കൽ സൈഡ് കംപ്ലൈന്റുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഇതിപ്പോ കംപ്ലീറ്റ് ഫുള്ള് ഒരു നമ്മുടെ മറ്റുള്ള വണ്ടികൾ പോലെ അല്ല, ഫുള്ള് പ്ലാസ്റ്റിക് ആണ് വണ്ടി. ബോഡി ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ എന്നാലും ഇവിടെ സർവീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ മരുന്ന് മേടിക്കുന്ന പോലെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലേ വരുന്നുണ്ടോ? ഡിലേ ഉണ്ട്, സർവീസ് നല്ല ഡിലേ ഉണ്ട്. ഇപ്പോൾ അൻവറിന്റെ വണ്ടി ഏകദേശം എനിക്ക് തോന്നുന്നു 7000 കിലോമീറ്റർ അടുത്തായിട്ടുണ്ട് അൻവറിന്റെ വണ്ടി. അപ്പോൾ അത് നമ്മൾ 2 വട്ടം അൻവർ ബ്രേക്കിന്റെ സെൻസറിന്റെ ഒരു കംപ്ലൈന്റ് കൊണ്ട് പെട്ടുപോയായിരുന്നു. അപ്പോൾ അതിൽ ഒരു വട്ടം സർവീസ് സെന്ററിൽ കൊണ്ടുപോയി അവർ ബ്രേക്ക് സെൻസർ മാറിക്കൊടുത്തു. പിന്നെയും സെയിം തന്നെ വണ്ടി പിന്നെയും കംപ്ലൈന്റ് ആയി. അപ്പം അങ്ങനെ ഒരുപാട് തവണ ഒരു 2-3 വട്ടം ഏകദേശം വന്നിട്ടുണ്ട് അങ്ങനെ പ്രശ്നം. പിന്നെ ഇതിന്റെ മോഡ് എങ്ങനെ, മോഡുകൾ എത്ര മോഡ് വരുന്നുണ്ട്? എക്കോ ഇതില് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മോഡായിരിക്കും ഉള്ളത്. അതായത് എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്. ഇതല്ലാണ്ട് ഇതിന്റെ S1 പ്രോ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിൽ വരിക ഹൈപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡും കൂടി ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം സ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടോർക്കിയാണ്. ഹൈപ്പർ മോഡ് അതിൽ ഒന്നും കൂടി ടോർക്കിയാണ്. അതെങ്ങനെയാ ഇതിന്റെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാ? ഇതിന്റെ അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? മോഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കീ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോ പാർക്കഡിലാണ് കിടക്കുന്നത്. വണ്ടി പാർക്കഡിൽ റേഞ്ചും കാര്യങ്ങളെല്ലാം കാണിച്ചു എല്ലാം നമുക്ക് കംപ്ലീറ്റ്. ഇപ്പൊ ഏകദേശം 6505 കിലോമീറ്റർ ആയി. ഓടിയിട്ടുണ്ടല്ലേ? 3 മാസം കൊണ്ട് വന്ന കിലോമീറ്റേഴ്സ് ആണ്. നല്ല രീതിയിൽ ഓടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? എന്നേലും നല്ല ഓട്ടം അൻവറിനുണ്ട്. ആള് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് വണ്ടി. അതെ അതെ, ഡെയിലി നല്ല ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ഡെയിലി റണ്ണേഴ്സിനാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പൊ ഞാൻ എടുത്തിട്ടാണെങ്കിൽ എന്റെ വണ്ടി ഏകദേശം ഒരു 2300 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി എന്തോരം യൂസ്, നമുക്ക് എത്ര കംഫർട്ടും യൂസിങ്ങും ഇതിന് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ, ഇത് ഇപ്പൊ വണ്ടി ഇപ്പോ പാർക്കഡാണ്, ഇപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഇതിപ്പോ പാർക്കഡിലാണ് വണ്ടി എടുക്കുക. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ സൈഡ് സ്റ്റാൻഡ് എടുത്താൽ അവിടെ സ്റ്റാൻഡിന്റെ സെൻസർ കട്ടാവും. ഇത്ര നേരം നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ സെൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ സെൻസർ മാറി. അത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ ബ്രേക്ക് പിടിക്കുക. ഇതാണ് നമ്മുടെ നോർമൽ വണ്ടിയുടെ പോലെ തന്നെ സെൽഫ് ബട്ടൺ. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നോർമലിന് കാണിച്ചു. വണ്ടി ഇപ്പോൾ ഓണായി. ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് മോഡ്. വണ്ടിക്ക് ഒരു സൈലൻസ് തന്നെ. വണ്ടി ആയോ അല്ലെങ്കിൽ വണ്ടി ഓഫ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ആകെപ്പാടെ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്ററിലാണ്. ഈ നോർമൽ കാണിച്ചാൽ ഓണാണ്. നോർമൽ കാണിച്ചാൽ വണ്ടി ഓണാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ബേസിക്കലി വരിക 3 മോഡ്സ് ആണ് വരിക. അപ്പോൾ ഇത് നോർമൽ മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ്. അപ്പോൾ അതിൽ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മോഡ് ഷിഫ്റ്റ് ചെയ്യുന്ന ബട്ടൺ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ഇക്കോ മോഡാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം വണ്ടിയിൽ ഒരു 56% ചാർജ് ഉണ്ട്. അപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 69 ആണ്. പക്ഷേ ഈ റേഞ്ച് ആക്യുറേറ്റ് അല്ല. ഇതിൽ കൂടുതൽ എന്തായാലും നമുക്ക് കിട്ടും. ഒരു 4 to 5 കിലോമീറ്റേഴ്സ് നമുക്ക് എക്സ്ട്രാ എന്തായാലും കിട്ടും. നമ്മുടെ റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നമ്മുടെ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്ത മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മോഡാണ് വരിക. അപ്പോൾ നോർമൽ മോഡ് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് കമ്പനി 100% ബാറ്ററിയിൽ 100 കിലോമീറ്റേഴ്സ് വണ്ടിക്ക് പറയുന്നത് നോർമൽ മോഡിലാണ് ഓഫർ ചെയ്യുന്നത്. 100 കിലോമീറ്റർ നോർമൽ മോഡലാണ് പറയുന്നത്. നോർമൽ മോഡിന്റെ കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡെയിലി റണ്ണേഴ്സിന് ബെസ്റ്റ് ആണ്. കിലോമീറ്റർ പറയുന്ന ആക്യുറസി പക്കയാണ് ഈ വണ്ടിയുടെ കേസിൽ. മറ്റുള്ള വണ്ടികളുടെ കാര്യം എനിക്കറിയില്ല. ഇത് നമ്മൾ ഉപയോഗിച്ചിടത്തോളം ഈ വണ്ടി നമുക്ക് റേഞ്ച് ആക്യുറസി പക്കയാണ്. സർവീസ് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്ട് മോഡാണ് വരിക. ഇത് നമുക്ക് റേഞ്ച് കുറയും, പക്ഷെ ഭയങ്കര ടോർക്കി ആയിരിക്കും. നല്ലൊരു ടോർക്കി ആയിരിക്കും. നല്ല, അതായത് ഇലക്ട്രിക് വണ്ടി ഓടിച്ച് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ മറ്റുള്ള വണ്ടികളെയൊക്കെ കൂടുതൽ നല്ലൊരു ഇനീഷ്യൽ ടോർക്കി വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ അത് മറ്റേ നമ്മൾ സ്പോർട്ട് മോഡ് ഇടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇനീഷ്യൽ ടോർക്ക് നമുക്ക് തന്നെ പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഓടിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഓടിച്ചപ്പോൾ മനസ്സിലായില്ലേ? അതെ, ഞാനിത് ഒരു പെട്രോൾ സ്കൂട്ടിന്ന് വന്നപ്പോൾ തന്നെ കൈ കൊടുത്തപ്പോൾ വണ്ടി ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് പോയി. ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഇതിലും കുറച്ചുകൂടി മാരകമാണ് ഹൈപ്പർ മോഡ്. പിന്നെ ഇത് ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കീകളൊക്കെ എന്ത് ഉണ്ട്? ഇത് ഈ 2 കീ ഇവിടെ ഞാൻ കണ്ടു. അതെന്ത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് റിവേഴ്സ് മോഡാണ്. നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ഒരു കയറ്റത്തിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റെക്ക് ആവുമോ, എന്തെങ്കിലും ഒരു പാർക്കിങ്ങിലോ ടൈറ്റ് പാർക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക്
ഈ വണ്ടി റിവേഴ്സ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? സെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നെ? ജസ്റ്റ് റിവേഴ്സ് എടുത്ത് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് സെയിം എങ്ങനെയാണോ ആ രീതി തന്നെ, ആ സെയിം തന്നെ. ജസ്റ്റ് നമ്മൾ ബ്രേക്ക് പിടിക്കുക, സെൽഫ് അടിക്കുക, റിവേഴ്സ് മോഡിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ ഈ ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ടാ തിരിക്കുക. ഫ്രണ്ടിലേക്ക് തിരിക്കാൻ പറ്റും. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് തിരിക്കുമ്പോൾ തന്നെ വണ്ടി ത്രൂ ഔട്ട് ബാക്കിലോട്ട് പോകും. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് വരിക. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അത് വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഈ മോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കിലോമീറ്ററിന്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അതായത് നമുക്ക് 3 മോഡെന്ന് ഞാൻ പറഞ്ഞില്ല. 3 മോഡിലും ഫസ്റ്റ് മോഡിൽ നമുക്ക് വരിക, അതായത് എക്കോ മോഡ്, അതിൽ നമുക്ക് 40 കിലോമീറ്റർ ആണ് അതിന്റെ സ്പീഡ് വരിക. 40 കിലോമീറ്റർ മേളിലേക്ക് ആ വണ്ടി കയറില്ല, നമ്മൾ എത്ര കൈ കൊടുത്താലും കയറില്ല. അടുത്ത മോഡ് നോർമൽ മോഡാണ്, അത് 70 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് അതിന്റെ സ്പീഡ് വരിക. അടുത്തത് സ്പോർട്ട് മോഡ്, അത് നമുക്ക് ഏകദേശം ഒരു 90-91 കിലോമീറ്റർ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള, ഇത്ര ടോർക്ക് തരുന്നോണ്ട് തന്നെ ഇതിന്റെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇതിന്റെ അതായത് ബ്രേക്കിംഗ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എത്ര ടോർക്കി ആണെങ്കിലും അതിനുള്ളൊരു ബ്രേക്കിംഗ് അല്ല ഈ വണ്ടിയിലുള്ളത്. ഇത് ഡ്രം ബ്രേക്ക് ആണ്. പക്ഷേ ഈ കാണുന്നത് നമുക്ക് ഇതിന്റെ മോട്ടറാണ്. ഞാൻ മോട്ടറിലേക്ക് വരാം, അതിന് മുന്നേ ഇപ്പൊ ബ്രേക്കിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാം. അതായത് കോമ്പി ബ്രേക്ക് ആണ് വരിക. നമ്മുടെ സാധാരണ സ്കൂട്ടറിനൊക്കെ പണ്ട് വരുന്ന ഏത് ടൈപ്പ് ബ്രേക്ക് ആയിരുന്നു ആ ഒരു സെയിം മെത്തേഡ്, ആ ഒരു സെയിം ബ്രേക്ക് തന്നെയാണ് നമുക്ക് ഇതിലും വരിക. അപ്പോൾ ഫ്രണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2 കോമ്പി ബ്രേക്കിന്റെ ആ ഒരു 2 ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വരുന്നതാണ് കോമ്പി ബ്രേക്ക്. അതെ അതെ. പിന്നെ നമുക്ക് നേരത്തെ നമ്മുടെ പഴയ മോഡലിൽ ഓലയ്ക്ക് എല്ലാത്തിനും വന്നുകൊണ്ടിരുന്ന മോണോ സസ്പെൻഷൻ ആയിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ സിംഗിൾ ട്യൂബിന്റെ സസ്പെൻഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറ്റി അവര് മറ്റേ കുറച്ചും കൂടി ഒരു കംഫർട്ടും കാര്യങ്ങളും. കുറച്ചും കൂടെ സസ്പെൻഷൻ എങ്ങനെയുണ്ട് ഇത് മാറ്റി? സസ്പെൻഷൻ സൈഡ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ആണല്ല, അൻവറും ഞങ്ങൾ മൊത്തത്തിൽ ആ ഒരു സൈഡ് നമുക്ക് പക്കയാണ്. ബാക്കിയുള്ള സർവീസ് സൈഡ് മാത്രമാണ് നമുക്ക് ഇതിലൊരു ദുരന്തമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോ ബ്രേക്കിംഗ്, പിന്നെ ഇതിന്റെ മോട്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അതായത് നമ്മള് ഇത് ടോർക്കി ആണെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത് ടോർക്കി ആവണേന്ന് ചോദിക്കില്ലായിരുന്നു. ഞാൻ ബാറ്ററി വണ്ടിയാണല്ലോ, വേറൊന്നുമല്ല. ഈ കാണുന്നതാണ് ഇതിന്റെ മോട്ടർ വരിക. അപ്പോൾ നമ്മളെ മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ പറഞ്ഞാൽ ബെൽറ്റ് റണ്ണാണ് വരിക. അപ്പോൾ മോട്ടർ ഇവിടെ ആയിരിക്കും, അവിടെ നിന്ന് അതിന്റെ ബെൽറ്റ് കൊണ്ടുവന്നിട്ട് ആ ബെൽറ്റിലൂടെ ആ മോട്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ബെൽറ്റ് കറങ്ങിയാണ് ഈ വണ്ടി റൺ ആവുക. അപ്പോൾ നമുക്കൊരു ചെറിയ ലാഗും ഡിലേയും വരും. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹബിന്റെ അകത്ത് തന്നെയാണ് മോട്ടർ വരിക. അപ്പോൾ നമ്മൾ ഈ കൈ കൊടുക്കുന്ന എന്താണ് ആ ഒരു ലാഗ് ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ഇനീഷ്യൽ ഔട്ട്പുട്ട് അവിടെ തന്നെ കയ്യിലേക്ക് ഡിലേ വരില്ല, ഡിലേ ഇല്ല. അതാണ് നമുക്കൊരു. പക്ഷെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹബ്ബ് മോട്ടർ ആയതുകൊണ്ട് ഒരു ടയർ ചേഞ്ച്. അതാണ് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ സെൻട്രൽ സ്റ്റാൻഡ് ഞാൻ കണ്ടില്ല വണ്ടിയിൽ. അപ്പൊ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? എങ്ങനെയും വിഷയം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ? നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇതിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സെൻട്രൽ സ്റ്റാൻഡിന്റെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിന്റെ അകത്തില്ല.